ന്യൂസിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരളോത്സവത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. 1000-ഓളം മത്സരാർത്ഥികളാണ് 2 ദിവസങ്ങളിലായി വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര അഗ്രോ വെയർഹൌസ്. പവിത്ര അഗ്രോ വെയർഹൌസ്, പവിത്ര ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ, കട്ടപ്പന ഓസാനം സ്കൂൾ, കട്ടപ്പന നഗരസഭ മൈതാനം, കട്ടപ്പന ടൗൺ ഹാൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് 2 ദിവസങ്ങളിലായി കേരളോത്സവം നടക്കുന്നത്. കലാകായിക രചനാ മത്സരങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾ, 2 മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ നിന്ന് വിജയിച്ചു വന്ന മത്സരാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കട്ടപ്പന ഓസാനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വളരെ താല്പര്യം കാണിച്ചുകൊണ്ട് കേരളോത്സവം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. ഈ കലാകായിക രംഗത്തുള്ള ആളുകൾ, സ്ഥിരമായി മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതവർക്ക് ഈ രംഗത്തോടുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിലെ കലാകായിക രംഗത്ത് താല്പര്യമുള്ള ആളുകളുടെ എല്ലാം അവരുടെ ഒരു താല്പര്യവും അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ കലാകായിക വാസനയെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെ പരീക്ഷിച്ചു കൊണ്ടുപോകുന്നതിനുമൊക്കെ ഉള്ള ഒരു അവസരമാണ് ഈ കേരളോത്സവത്തിലൂടെ ലഭ്യമാകുന്നത്. തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് ഈ മത്സര പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുവാനായി ആഗ്രഹിക്കുന്നില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇതിൻ്റെ ഒരു സംഘാടന പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടക്കുകയായിരുന്നു. കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗാനമേളയും നടക്കും. കേരളത്തിലെ യുവജനങ്ങളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഗ്രാമതലം മുതൽ സംസ്ഥാന തലം വരെ കേരളോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കഴിഞ്ഞ 2 ദശകങ്ങളായി കട്ടപ്പനയിലെ സ്വർണ്ണ വ്യാപാര രംഗത്ത് മാറ്റു തെളിയിച്ച പവിത്ര ഗോൾഡ് ഇതാ മലയോര കർഷകരുടെ ജീവശ്വാസമായ സുഗന്ധവിളകൾക്ക് സുരക്ഷയുടെ കവചമൊരുക്കാൻ പവിത്ര അഗ്രോ വെയർഹൌസ് എന്ന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ കർഷകർക്ക് മിതമായ നിരക്കിൽ ദീർഘകാലം സുരക്ഷിതമായും കേടുകൂടാതെയും ഇനി പവിത്ര വെയർഹൌസിൽ സംഭരിക്കാം. കൂടാതെ വിളകളുടെ ഈടിന്മേൽ ലോൺ സൗകര്യം ലഭ്യമാക്കി അവ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നു. ഉന്നത നിലവാരമുള്ള AC ആൻഡ് നോൺ AC വെയർഹൌസ് സൗകര്യങ്ങൾ, ഫയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ, സംഭരിച്ചിരിക്കുന്ന വിളകളുടെ മാർക്കറ്റ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ലഭ്യമാണ്. കർഷകർക്ക് ആത്മവിശ്വാസവും വിളകൾക്ക് മൂല്യവും നൽകുന്ന വിശ്വാസത്തിന്റെ പേരാണ് പവിത്ര അഗ്രോ വെയർഹൌസ്. പവിത്ര അഗ്രോ വെയർഹൌസ്, പവിത്ര ബിൽഡിംഗ്, പുളിയൻമല റോഡ്, കട്ടപ്പന.